നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവേട്ട. രാജീവേട്ട, നമ്മൾ കേരളത്തിൽ ഒരുപാട് നവോത്ഥാന നായകരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പല ചർച്ചകളും നടത്തി. പക്ഷെ അധികം ആരും അറിയപ്പെടാതെ പോയ, അധികം ആരാലും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു മഹാത്മാവ് കേരളത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ആലത്തൂർ എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു നാസ്തിക സന്യാസി എന്നാണ് അറിയപ്പെടുന്നത്, നിരീശ്വരവാദിയായ സന്യാസി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വലിയ സാമൂഹ്യ പരിഷ്കരണത്തിൽ ഒരു കൊടുങ്കാറ്റായി കടന്നു വന്ന ഒരാളാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളെ പറഞ്ഞാൽ കേരളം പെട്ടെന്നറിയും. അത് നമ്മുടെ വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെക്കുറിച്ച് ഏറെയൊന്നും കേരളം പ്രത്യേകിച്ചും ഈ കാലത്ത് ചർച്ച ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ നിരീശ്വരവാദത്തിനും മറ്റേ സ്വതന്ത്ര ചിന്താഗതിക്കാരും ഒക്കെ വളരെ കൂടുതലുള്ള കാലമാണിന്ന് കേരളത്തിൽ. പക്ഷേ അവർ പോലും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല. അവരൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നും പലപ്പോഴും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. എന്താണ് ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കേരളത്തിന് നൽകിയ സംഭാവന, നമ്മുടെ മലയാളിക്ക് നൽകിയ സംഭാവന എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ മാഹാത്മ്യത്തിന് കാരണം എന്താണ്? വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ഒരു പുസ്തകമുണ്ട്, മോക്ഷപ്രദീപ ഖണ്ഡനം. ഈ മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥം എഴുതിയത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. ആ പുസ്തകത്തെ ഖണ്ഡിച്ചത് മറ്റാരുമല്ല, ചട്ടമ്പിസ്വാമി, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ആണെങ്കിൽ എന്തുകൊണ്ട് ചട്ടമ്പിസ്വാമിയെ പോലെയുള്ള ഒരാൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ പുസ്തകത്തെ ഖണ്ഡിക്കണം? അത് ഒരു കാലഘട്ടത്തിൽ വലിയ കാര്യം. ഒരു വേദാന്ത വനസഞ്ചാരിയായി നടന്നിരുന്ന ചട്ടമ്പിസ്വാമികളുടെ ശ്രദ്ധ എങ്ങനെ ഈ മോക്ഷപ്രദീപത്തിൽ വന്നു? എനിക്ക് തുടക്കത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് പറയാൻ ഇതാണുള്ളത്. പലരും പറയും കൊല്ലങ്കോട്, നവോത്ഥാനത്തിൻ്റെ വളർച്ചയും പുലർച്ചയും കണ്ട കൊല്ലങ്കോട്. ആ കൊല്ലങ്കോടാണ് 1852 വർഷം ഓഗസ്റ്റ് 26 കാരാട്ട് ഗോവിന്ദമേനോൻ ജനിക്കുന്നത്. നമ്മൾ കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ കൊല്ലങ്കോട് പണ്ഡിറ്റ് പി ഗോപാലൻ നായരെന്നാണ് പറയുക. ഭാഗവത വ്യാഖ്യാനം എഴുതിയ ആ ഗോപാലൻ നായർ മറ്റേ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാലത്ത് കാരാട്ട് നാരായണമേൻ്റെ ആദ്യകാല ശിക്ഷന്മാരിൽ ഗോവിന്ദമേൻ്റെ ശിക്ഷനായിട്ട് വരും. എന്തിന്? ആഗമാനന്ദ സ്വാമികൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ആദ്യകാലത്ത് ശിവയോഗിയുടെ ആനന്ദമതത്തിനോടായിരുന്നു താല്പര്യം. പിന്നെ താങ്കൾ പരാമർശിച്ച വാഗ്ഭടാനന്ദനെ കുറിച്ച് ശിവയോഗി തന്നെ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദേവതയുടെ വജ്രായുധമേറ്റവൻ വാഗ്ഭടാനന്ദൻ. അപ്പം ഇവരുടെ വെച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് പേര് ഒരു കാലഘട്ടത്തിൽ, അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മലബാർ ഏരിയയിലാണ്. അപ്പം താങ്കൾ ഇതിൻ്റെ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പാത പിന്തുടർന്ന് നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ അദ്വൈതത്തിലെ യുക്തിവാദത്തിനും വലിയൊരു പങ്കുണ്ട്. അല്ല, സനാതനധർമ്മത്തിൽ തന്നെ യുക്തിവാദത്തിന് വലിയ, ആസ്തികരുടെ ഇടയിലും യുക്തിവാദത്തിന് വലിയ പങ്കുണ്ട്. ഭക്തി, യുക്തി, വിഭക്തി. കാരാട്ട് നാരായണമേനോൻ ഭക്തനായിട്ട് തുടങ്ങി. പക്ഷെ ഓരോ ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും കൂടല്ലൂർ ശാസ്ത്രികളടുത്ത് പറഞ്ഞു ഗുരുകുലത്തിലാണ് പഠിച്ചത്. അങ്ങനെ വലിയ പണ്ഡിതനായ ശാസ്ത്രികളുടെ കീഴിൽ നിന്നും സംസ്കൃതമൊക്കെ പെട്ടെന്ന് പഠിച്ചു. അതും പോരാണ്ട് ആധുനികമായിട്ട് മാറണം എന്ന് വെച്ചിട്ട് എറണാകുളത്ത് വന്ന് ഇംഗ്ലീഷ് പഠിച്ചു. അത് കഴിഞ്ഞ് കോഴിക്കോട് പോകുന്നുണ്ട്. കോഴിക്കോട് ഇന്നത് പറയുന്ന ഗണപത് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട്. തളിയില്ലത് ഈ ഗണപത് ഗേൾസ് ഹൈസ്കൂള് ആരംഭിച്ചത് ഒരു കൊങ്കണി ആണ്. ആളെ പിന്നെ സ്വാമി സുവീരാനന്ദജി ആയി തീരുന്നുണ്ട്. അപ്പം
കാരാട്ട് ഗോവിന്ദമേനോൻ പോയ സമയത്തുള്ള മലബാർ, അതിൻ്റെ കേന്ദ്രം കോഴിക്കോട്. ഒരുപാട് ഈ ഗണപത് ഗേൾസ് ഹൈസ്കൂൾ, പിന്നെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ നേതാവാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കോഴിക്കോട് സത്യത്തിൽ ആര്യസമാജക്കാർ വരുന്നു. അപ്പൊ ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ സംസ്കൃത പണ്ഡിതനായ കാരാട്ട് ഗോവിന്ദമേനോനെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പൊ അദ്വൈതം പഠിച്ചു, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു. പക്ഷെ അത് സമൂഹത്തിൻ്റെ ഗുണത്തിന് എന്ത് ചേരണം എന്ന് വെച്ച് പിന്നീട് അദ്ദേഹം ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബോർഡ് സ്കൂളിൽ അധ്യാപകനായപ്പോഴാണ് ആനന്ദ സമാജം തുടങ്ങുന്നത്. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആനന്ദം നേടുക. അതിൻ്റെ ആനന്ദ സമാജം, ആനന്ദ മതം എന്ന് പറഞ്ഞ് വെച്ച്. പക്ഷേ അതുകൊണ്ടായിരിക്കും അദ്ദേഹം പേരും ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്വയം പേരിടുകയും സ്വയം, അതായത് എല്ലാം അവനവനിലാണല്ലോ ഈശ്വരൻ. അതെ, ആനന്ദം മുഴുവൻ ഇരിക്കുന്നത് അവനവനിലാണ്. പക്ഷെ അവിടെ സാധാരണക്കാരന് ഈ രാജയോഗമൊക്കെ പ്രാപ്യമാവൂ. അദ്ദേഹത്തിൻ്റെ വഴി രാജയോഗത്തിൻ്റെ, അതും സ്വാമി വിവേകാനന്ദനൊക്കെ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ആ വഴിയല്ല, സ്വന്തമായി തെരഞ്ഞെടുത്ത ഒരു വഴി, സ്വന്തമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ച ഒരു മാർഗം. ആ വഴിയിൽ ആദ്യം അദ്ദേഹം എതിർക്കുന്നത് വിഗ്രഹാരാധനയാണ്. അങ്ങനെ ധാരാളം വിഗ്രഹാര. അപ്പോൾ നാരായണ ഗുരുദേവനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംവാദമുണ്ട്. അപ്പോൾ നാരായണ ഗുരുദേവൻ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയോട് പറയുന്നുണ്ട്, അങ്ങ് പറയുന്നതൊക്കെ സത്യമാണ് എല്ലാം കാര്യം, പക്ഷെ സാധാരണക്കാരന് അങ്ങ്, പിന്നീട് ഗുരുദേവൻ പറയുന്ന, അങ്ങ് ഈ വിഗ്രഹങ്ങൾക്കെതിരെ പ്രസംഗിച്ച് നടന്നാൽ അതെങ്ങനെയാ ഒരു ക്ഷുരകൻ മുടി വെട്ടുന്നത് പോലെയാണ്. മുടി വെട്ടുന്തോറും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക. വിഗ്രഹങ്ങൾക്കെതിരെ പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഇപ്പം എന്താ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്ന പറഞ്ഞ നാട്ടില് ഇപ്പം എന്താ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളായി. അതും അവിടെയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പരിഷ്കർത്താവ് തന്നെ. പക്ഷെ സാധാരണ ജനങ്ങളുടെ മാനസികമായ സ്ഥിതിവിശേഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് ആഗമാനന്ദ സ്വാമി, പിന്നീട് വാഗ്ഭടാനന്ദനൊക്കെ ഇദ്ദേഹത്തെ വിട്ടുപോകുന്നതും കുറെ മയപ്പെടുന്നത്. ഇവരൊക്കെ ആദ്യകാലത്ത് വലിയ യുക്തിവാദം പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പിന്നെ എന്താ സ്വാമി സത്യവ്രതനോ, ഓച്ചിറ ഭാഗത്ത്, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ഡോക്ടർ പി രാമൻ എന്നാ പറയുന്ന അദ്ദേഹം ആദ്യം തുടങ്ങിയത് ഈ ആനന്ദമതം, ആനന്ദ സമാജത്തിൻ്റെ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു കുഞ്ഞുണ്ണിപ്പിള്ള, നിലമ്പൂരുള്ള ആരോ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അപ്പം മലബാറിൽ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചിന്തയുടെ സ്വാധീനത വളരെ വലുതാണ്. അതിനെ ഫോളോ ചെയ്തത് ആരാ? ഇടതുപക്ഷക്കാരാണ്. പിന്നീട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിക്ഷൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അവർ റഷ്യയിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. വേദാന്തത്തിനേക്കാൾ, അദ്വൈതത്തിനേക്കാൾ വലുതാണ് മാർക്സിസം. അപ്പം ഇതെങ്ങനെ വഴിമാറി ഒഴുകി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെതായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആയിട്ടുള്ള ഈ ആനന്ദമതവും ആനന്ദ സമാജവും, അവിടെ സ്ത്രീ പുരുഷ തുല്യത, അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ, അത് പ്രത്യേകിച്ചും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തുല്യത എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന തുല്യത അല്ല. പക്ഷെ ബ്രഹ്മാനന്ദ ശിവയോഗി പ്രവൃത്തികളിലെല്ലാം, കാരാട്ട് ഗോവിന്ദമേനോൻ വിവാഹിതനായിരുന്നു, ഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്നു യോഗിനിയമ്മ എന്ന് പറഞ്ഞ. അവര് വടവന്നൂരിലെ മുക്കിൽ മരുതൂരിലെ താവുക്കുട്ടിയമ്മ, അവരാണ് പിന്നീട് യോഗിനിയമ്മയായി മാറിയത്. അപ്പോൾ ഈക്വൽ സ്റ്റാറ്റസ് ആണ്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഗ്രഹാരാധനയും ഇതുമൊക്കെ ആണെങ്കിലും വിഗ്രഹത്തിലല്ല, മനുഷ്യരിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. മാറ്റം വരേണ്ടതും മനുഷ്യരിലാണ്. അത് സ്വന്തം ഭാര്യയെ അദ്ദേഹം യോഗിനിയാക്കി തീർത്തു. അവിടെ ആ തുല്യത അദ്ദേഹം കാണിച്ചു കൊടുത്തു. അവിടെയാണ് ജീവിതത്തിൽ
അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നുള്ളൊരു ചോദ്യം, വലിയൊരു ചോദ്യം. അതുകൊണ്ടാണ് മോക്ഷപ്രദീപം അതിനെ ഖണ്ഡനം ചെയ്യാൻ സാക്ഷാൽ ചട്ടമ്പിസ്വാമി വന്നത്. ഇത് സമൂഹത്തെ എങ്ങോട്ടെത്തിക്കും? കാര്യം ഞാൻ പലപ്പോഴും പറയാറുള്ളത് 5 കിലോ പൊക്കാൻ പറ്റാത്തവൻ്റെ തലയിൽ 50 കിലോ വെച്ച്. പക്ഷേ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊന്നുമില്ല, അദ്വൈതത്തിൽ ശിക്ഷനും ഗുരുവുമില്ല. പക്ഷെ ഭാര്യയെ യോഗിനിയാക്കി തീർത്തു. അങ്ങനത്തെ ചില കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ ഉണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മൾ ഈ വാഗ്ഭടാനന്ദ സ്വാമികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായിട്ട് പ്രവർത്തിച്ചു. ശിവയോഗിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കാൻ കേരളമല്ല ഭാരതം മുഴുവനും നടന്നു. പിന്നീട് ആശയപരമായ അഭിപ്രായ വ്യത്യാസം വാഗ്ഭടാനന്ദൻ ഉണ്ടായി. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയും ആര്യസമാജവും എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വാഗ്ഭടാനന്ദൻ തന്നെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച്, ഇപ്പം നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയമൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്ത് പണ്ടൊരു വലിയ സംവാദം നടന്നു ഈ വേദങ്ങളെക്കുറിച്ച്. ഒരു വശത്ത് വാഗ്ഭടാനന്ദനും മറുവശത്ത് ആര്യസമാജ പണ്ഡിതന്മാരുമായിരുന്നു. അതിൽ ആര്യസമാജ പണ്ഡിതന്മാർക്ക് തുടക്കത്തിൽ ചില ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ അവർ കൂടുതൽ വിദ്വാൻമാരായ ആൾക്കാരെ എത്തിച്ചു, വേദബന്ധു ശർമ്മയൊക്കെ പോലെയുള്ള ചിലരെ എത്തിച്ചു. അവിടെ വലിയ സംവാദങ്ങൾ നടന്നു. നമുക്ക് ആര്യസമാജത്തിൻ്റെ സ്വാധീനത കേരളത്തിൽ അതൊരു പ്രത്യേക ഒരു വിഷയമാണെന്ന് അത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയിൽ വരുമ്പോൾ 1924 അദ്ദേഹം സിദ്ധാശ്രമം ആലത്തൂർ പാലക്കാട് ജില്ലയിൽ അവിടെ നിന്നൊരു മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു, സാരഗ്രാഹി. ഈ സാരഗ്രാഹിയുടെ പിൽക്കാലത്തൊരു പത്രാധിപർ എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ വന്നു. ഒരു സിദ്ധാശ്രമത്തിൽ നിന്നും ഒരു മാസിക സാരഗ്രാഹി എന്ന പേരിൽ പുറത്തിറങ്ങി. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ, അതായത് ആത്മീയതയിലെ ബുദ്ധിപരതയെ ആഗ്രഹിക്കുന്നവരിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ശിവയോഗി എന്ന് പറഞ്ഞ അക്കാലത്തെ ഏറ്റവും വലിയ ഒരു ഇൻ്റലക്ച്വൽ ജയൻ്റ് ആയിരുന്നു. അതായത് സ്വാമി വിവേകാനന്ദനൊക്കെ ശങ്കരാചാര്യ സ്വാമി വിശേഷിപ്പിക്കുന്നുണ്ട് ആ ബുദ്ധി രാക്ഷസൻ, ഇൻ്റലക്ച്വൽ ജയന്റ് എന്നുള്ളത്. മലയാളത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ ബൗദ്ധിക ഭീമൻ എന്ന് പറഞ്ഞാൽ ചില പ്രതിവാദി ഭയങ്കരൻ എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടം എവിടെ? ഈ കാലഘട്ടം എവിടെ? ഇപ്പൊ യുക്തിവാദത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ ഇവിടെ. അവരൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗ്രന്ഥങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒളിച്ചോടേണ്ടി വരും. കാരണം തനതായിട്ടുള്ളൊരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ നിന്നും വരുന്ന ഒരു നിർഭയത. എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 1852 ഓഗസ്റ്റ് 26 ആണ് കാരാട്ടെന്ന് പറഞ്ഞ വലിയൊരു തറവാടാണ്, നായർ തറവാടാണ്. പിൽക്കാലത്ത് ഇദ്ദേഹം കോഴിക്കോടൊക്കെ പഠിച്ച് വന്ന് അവിടെ ഗുരുവായൂരപ്പൻ കോളേജിൽ ആദ്യ കാലഘട്ടത്തില് അത് കേരള വിദ്യാശാല അങ്ങനെ എന്തോ അവിടെ അധ്യാപകനായിരുന്നു. അങ്ങനെ വന്ന് തിരിച്ച് നാട്ടിലെത്തിയ ആള് അംശം മേനോൻ എന്നുള്ള രീതിയിൽ ഒരു വില്ലേജ് ഓഫീസർ, എല്ലാവരും ആദരിക്കപ്പെടുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് പിന്നീട് ഗൃഹസ്ഥനായിട്ട്. അപ്പം ഇവിടെ പിന്നീട് നമ്മൾ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം അതിൻ്റെ പേരും പറഞ്ഞ് സന്യാസിമാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ഉണ്ടല്ലോ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ഒക്കെ കാര്യം വരുമ്പോൾ ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല സഹധർമ്മിണി എന്ന് പറയാം. അവർ യോഗിനിയായിട്ട് ആ ആശ്രമത്തിൻ്റെ അവിടെ അവർ ഇരിക്കും. അതേപോലെ ഈ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ആര്യസമാജത്തിൻ്റെ ഒക്കെ പോലെ പറഞ്ഞ ഈ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന, സമൂഹത്തിനോടുള്ള സംഭാവന ചോദിച്ചാൽ ശ്രേഷ്ഠമായ ഗൃഹസ്ഥാശ്രമങ്ങളെ ഉണ്ടാക്കി. നമുക്ക് ഇന്ന് കുറവ് വരുന്നതും അവിടെയാണ്. ഗുരുകുലങ്ങൾ ഇല്ലാതാവുന്നു, ഗൃഹസ്ഥാശ്രമങ്ങൾ എവിടെയാണ്?
നല്ല ഗൃഹസ്ഥാശ്രമങ്ങളിൽ നിന്നാണല്ലോ ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഉണ്ടാകുന്നത്. തീർച്ചയായും ഇതൊന്നുമില്ലാതെ നമ്മുടെ സമൂഹം ഇപ്പോൾ ഒരു സങ്കര സംസ്കാരത്തിൻ്റെ അരാജകത്വത്തിലേക്ക് അല്ല, പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നോക്കണം, ഇങ്ങനെ മൂക്ക് പിടിക്കണമെങ്കിൽ 5000 രൂപ, ഇങ്ങനെ മൂക്ക് പിടിക്കണമെങ്കിൽ 10000 രൂപ. ഇവരൊക്കെ പ്രാണായാമത്തിന്റെ അങ്ങേയറ്റത്തുള്ള ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പ്രാണായാമത്തിന്റെ, കാരണം രാജയോഗത്തിന്റെ ഇപ്പം ഈ ഡോക്ടർ പി രാമൻ സാറിൻ്റെ ജീവിതത്തിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു ഗൃഹസ്ഥ ശിക്ഷൻ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനയുടെ ഫലമായിട്ട് ആ ഗൃഹവും അതിൻ്റെ ആ ഏരിയയൊക്കെ അദ്ദേഹം നാലുകെട്ടിൻ്റെ ഒരു നിലവറ പോലെയുള്ള ഉള്ളിലാണ് ധ്യാനവും ജപവും. അപ്പോൾ ഇവരവിടെ പോയി അവിടെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാമൻ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സീനിയർ ബാച്ചിലർ DM വാസുദേവൻ സാറൊക്കെ അവിടെ പോയി ധ്യാനിക്കുകയും ഇദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ വല്ലാത്തൊരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് സ്വജീവിതത്തിൽ, അതായത് സന്യാസിമാരെന്ന് പറയുന്നവരല്ല, ഗൃഹസ്ഥന്മാർ. എന്നാൽ ഇവർക്കൊന്നും ഒരു യശോഗാമിനിയും ഉണ്ടായിരുന്നില്ല. അതെ, അവിടെ നമ്മൾ മാറി വരുന്ന സമൂഹത്തിൽ വേഷവും കെട്ടുമല്ല. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്താ ചെയ്ത്, സമൂഹത്തിലുള്ള എല്ലാ വേഷം കെട്ടുകളെ പൊളിച്ചു കളയാൻ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഫലമായി ഓരോന്ന് അദ്വൈതികളെന്ന് പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്ത് ഈ വാദപ്രതിവാദത്തിന് വിളിച്ച് തകർത്ത് കളയും, നിലംപരിശാക്കി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്ന സമൂഹത്തിൽ വരുന്ന ഒരു ആശയ കാലുഷ്യം. ശങ്കരാചാര്യയല്ല ചോദ്യം ചെയ്യുന്നത്, ശങ്കരാചാര്യ സ്വാമിയുടെ പേരും പറഞ്ഞ് അദ്വൈതം പറഞ്ഞ് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, ബ്രഹ്മമാണ് സത്യം, പക്ഷേ ലോകത്തിലുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഇവർക്ക് വേണയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, കാരാട്ട് നാരായണമേനോൻ, തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യും ആചാരങ്ങൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിവൃത്തി കെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ ശാസ്ത്രങ്ങളെടുത്ത്. അദ്ദേഹത്തിന് പോലും ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ, സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നുണ്ട്, ഐ നെവർ വാണ്ട് യെസ് മെൻ. ഇന്ന് നമ്മുടെ സംഘടനകളിലൊക്കെ പോകുമ്പോൾ വെറും അനുശാസനാബദ്ധരായ അനുയായികൾ, ഇങ്ങനെയുള്ള അനുയായികൾക്ക് ഇത്തരത്തിലുള്ള ഗിരിശൃംഗങ്ങളെ, വെറും സാനുക്കളിൽ നിൽക്കുന്ന ഈ അനുയായികൾക്ക് സ്വതന്ത്ര ചിന്താഗതിയുള്ള, അതായത് ഗിരിശൃംഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് നമ്മളുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം പല നാട്ടുകളിൽ നിന്നും കൊണ്ടുവരുന്ന കുറേ പ്രത്യയശാസ്ത്രങ്ങൾ, അതിനോടുള്ള പ്രതിജ്ഞാബദ്ധത, അത് എന്താണ് ഏതാണെന്ന് ഒന്നും അറിയില്ല. കുറേ ഭൗതിക നേട്ടങ്ങളുണ്ടാവാം താൽക്കാലിക, അതല്ല. ഏതൊന്നിനാണോ ജീവിതം അത് ആനന്ദത്തിന് വേണ്ടിയാണ്. ഈ ആനന്ദത്തിന് വേണ്ടിയുള്ള ആ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണം. 1824 സിദ്ധാശ്രമം സ്ഥാപിച്ചു. പിന്നെ 1928 ആനന്ദ മതം തന്നെ ഉണ്ടാക്കി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 1929 സെപ്റ്റംബർ 10 ആയിരുന്നു കാരാട്ട് നാരായണമേനോൻ ഗോവിന്ദമേനോൻ എന്ന അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരാണ് നാരായണമേനോൻ. അദ്ദേഹം വലിയ സ്കോളറും വ്യാകരണം, ജ്യോതിഷം, ആയുർവേദത്തിലൊക്കെ വലിയ സ്കോളറായിരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇവിടെ കാരാട്ട്, തരവത്ത് അമ്മാളുമ്മ, എഴുവത്ത് കോപ്പസ്വാമികൾ, ഗോപാലമേനോൻ, നമ്മുടെ എഴുത്തച്ഛന് ഭൂമി ചിറ്റൂര് ശോകനാശിനി പുഴയുടെ തീരത്ത് ഭൂമി കൊടുത്ത് സ്ഥലം ദാനം ചെയ്ത ആൾ. അങ്ങനത്തെ ഒരുപാട് മഹാത്മാക്കൾ ഏത് നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൻ്റെ കാര്യം പറയുന്നത് പാലക്കാട് നെന്മാറ രാവുണ്യാരത്ത് വീട്ടിൽ, അവിടെ നിന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വരുന്നത്. അപ്പം ഇവിടെ പാലക്കാടൊക്കെ നമ്മൾ പല ഭാഗത്തൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ട് ആ പഴയ പൈതൃകം ഈ തറവാടുകളെ സൂക്ഷിക്കുന്നില്ല? അതിനൊക്കെ ഒരു വലിയ കാര്യം ഈ വരുന്ന പുതിയ തലമുറ ആധുനിക വിദ്യാഭ്യാസം നേടി പാലക്കാടും വിടുന്നു, നാടും വിടുന്നു,
രാജ്യവും പാലക്കാട് മാത്രമല്ല, കേരളം വിട്ട് രാജ്യം വിട്ട് ഓടുകയാണ് അവർ. അപ്പം ഇങ്ങനെ ഓഗസ്റ്റ് 26-നാണ് ശിവയോഗി അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനം വരുന്നത്. അന്ന് നമുക്കൊന്ന് ആലോചിക്കാം, കാര്യം പാലക്കാട് പ്രത്യേകിച്ച് ആലത്തൂർ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന പുരോഗമനക്കാർ, യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശിക്ഷനായി നടന്നിരുന്ന വാഗ്ബടാനന്ദ സ്വാമി സ്ഥാപിച്ച ഊരാളുങ്കല്ലോ അവിടെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ ഭാരതത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു 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 അമൂല്യമായ ഒരു 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 എന്താ പറയുക മുത്താണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അദ്ദേഹം മുന്നോട്ട് വെച്ച ആ മാർഗം, രാജയോഗത്തിൻ്റെ മാർഗം, അത് വലിയ രീതിയിൽ ഇനിയും കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് ചർച്ച ചെയ്താൽ ഒരു പരിധി വരെ ഇന്നത്തെ നമ്മുടെ പല പ്രശ്നങ്ങളും അവസാനിക്കും. അതിനൊക്കെ ശാശ്വതമായ ഒരു ഉത്തരം, ഒരു വഴി കണ്ടെത്താൻ അതിലൂടെ സാധിക്കും എന്നുള്ളത് സത്യമാണ്. എന്തായാലും നമുക്ക് ഇത്തരം മഹത്തുക്കളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. നന്ദി.